ഹലോ, എല്ലാവർക്കും LC7 ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പാവയ്ക്ക എന്ന് കേട്ടപ്പോൾ എല്ലാവരും മുഖമൊന്ന് ചൂടിഞ്ഞു അല്ലേ. പച്ചപ്പാവയ്ക്ക എങ്ങനെ ക്രിസ്പി ആയിട്ട് വറക്കാൻ നോക്കാം നമുക്ക്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ജോക്കൂട്ടന് വരെ ഇഷ്ടമാണ്. ജോക്കൂട്ടൻ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടാറുണ്ട്. പിന്നെ അധികം ചേരുവകളൊന്നും വേണ്ട, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ നിന്നൊരു കുഞ്ഞു പാവയ്ക്ക എടുത്തേക്കുന്നത്. ആ പാവയ്ക്ക ഇങ്ങനെ കനം കുറച്ചരിയണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഇത്രയും നല്ല കനം കുറച്ച്, അത് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിൽ അരിയാം. ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ട് അതിനകത്തോട്ട് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് പിഴിഞ്ഞെടുക്കണം. അതേപോലെ മാക്സിമം എങ്ങനെ പിഴിയാവോ അതുപോലെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടും നമുക്ക്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാവയ്ക്ക ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 കറിവേപ്പില, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ആയി വരുന്നു. ഇത് നമ്മൾ ആയതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിക്കകത്ത് അടച്ചു വെച്ചാൽ ഒരു 3 ദിവസം വരെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പച്ചപ്പാവയ്ക്ക വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ വറുത്തപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കണ്ടോ, നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.